ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അയർലൻഡിലേക്ക് നഴ്സിംഗ് ജോബിനായി ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ ആണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അയർലൻഡിലെ നഴ്സിംഗ് ഹോം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഇത് മോസ്റ്റ് ഓഫ് ദി ഇൻ്റർവ്യൂസിലെയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഷോർട്ട് ആൻഡ് കൺസൈസ് മാനറിൽ പറയാം. അപ്പം ഞാൻ സാധാരണ രീതിയിൽ പറയുന്ന ഒരു ടൈപ്പ് രീതിയിലുള്ള ഒരു ഇൻട്രോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതർ അത് യൂസ് ചെയ്യാം, അതിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട്, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൂടുതൽ മനോഹരമായി നല്ലൊരു ഇൻട്രോ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഞാൻ പറയുന്ന ഇൻട്രോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. So, myself Manju, I'm graduated from so-and-so College of Nursing, and I have 1 year post graduation experience in so-and-so college, and later I worked in so-and-so hospital, and I have so many years experience, so-and-so experience in that particular hospital, and I migrated to Ireland, and currently I'm working in so-and-so nursing home or hospital. Okay, so if you are attending an interview from India, you can say currently I am working in so-and-so hospital and I have 11 അല്ലെങ്കിൽ 1 to എത്രയാണോ എക്സ്പീരിയൻസ് അങ്ങനെ പറയാം. അങ്ങനെ നമുക്ക് വീണ്ടും അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഐ എം കമ്പാഷനേറ്റ്, പേഷ്യൻറ്റ്, വർക്കഹോളിക്, enthusiastic and attentive to patients' physical and emotional needs. ഓക്കെ, അങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു യു വാണ്ട് ടു വർക്ക് ആസ് എ നഴ്സ് ഇൻ നഴ്സിംഗ് ഹോം? എന്തുകൊണ്ടാണ് നിങ്ങൾ നഴ്സിംഗ് ഹോം ചൂസ് ചെയ്തത്? അങ്ങനെ ഒരു ഇതായിട്ടും ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് വേണ്ടി ഞാനൊരു ആൻസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങളുടേതായ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്ക് നല്ലൊരു ആൻസറായിട്ട് ഫോം ചെയ്യാം. ഓക്കെ, so my answer is I have strong interest in geriatric nursing, so and I find it more rewarding to support elderly residents in maintaining their dignity and quality of life. I also hope that nursing home allow me to build long-term relationship with residents and provide holistic care for the patients. Okay, അപ്പോൾ ഫോർ ദ പേഷ്യൻസ് അല്ലെങ്കിൽ റെസിഡൻസ്, ബിക്കോസ് നോർമലി നമ്മൾ നഴ്സിംഗ് ഹോമിൽ നമ്മൾ പേഷ്യൻസിനെ റെസിഡൻസ് എന്നാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാര്യം ഒന്നുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് വിൽ യു ഡു ഇഫ് ദ പേഷ്യൻറ്റ് റെഫ്യൂസ് മെഡിക്കേഷൻ? ഓക്കെ, അതായത് നമ്മളിപ്പോൾ പേഷ്യൻസിനെ മെഡിസിൻ കൊടുക്കാൻ പോകുമ്പോൾ പേഷ്യൻ്റ് മെഡിസിൻ റെഫ്യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? നമുക്കറിയാം നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞാൽ ഡിമെൻഷ്യ, ഡെലിറിയം അങ്ങനെ ഒക്കെയുള്ള ഡിസീസ് കണ്ടീഷനുള്ള പേഷ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവരുടെ അടുത്ത് മെഡിസിൻസിനായിട്ട് ചെല്ലുമ്പോൾ അവരെപ്പോഴും മെഡിസിൻസ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അതായത് മെഡിസിൻ എടുക്കണമെന്നില്ല. അപ്പം നമ്മൾ വളരെ ഒരു നല്ലൊരു രീതിയിൽ ഒരു റാപ്പോ മെയിൻറ്റെയിൻ ചെയ്ത് ഇച്ചിരി ട്രിക്കിയാണ് അവരുടെ അടുത്ത് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ചില സമയത്ത് അവർ നമ്മൾ മെഡിസിൻ കൊണ്ടുചെല്ലുമ്പോഴേ എടുക്കും, ചില സമയത്ത് അവർ റെഫ്യൂസ് ചെയ്യും, ചിലപ്പം കുറച്ച് അജിറ്റേറ്റഡ് ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ റെസ്പെക്ട് ദ പേഷ്യൻ്റ് റൈറ്റ് ടു റെഫ്യൂസ്. കാരണം റൈറ്റ് ടു റെഫ്യൂസ് എന്നുള്ളത് നമ്മുടെ 10 റൈറ്റ്സ് ഓഫ് മെഡിക്കേഷനിലുള്ള ഒരു കാര്യമാണ്, നമുക്കറിയാം. അതായത് പേഷ്യൻറ്റിന് എപ്പോഴാണെങ്കിലും, അതായത് നമ്മളാണെങ്കിലും പേഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഒരു മെഡിസിൻ റെഫ്യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കിവിടെ അയർലൻഡിൽ അല്ലെങ്കിൽ നല്ല എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ പേഷ്യൻ്റെ റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റെ ആ റൈറ്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ റെസ്പെക്ട് patient right to refuse and I wouldn't force the medicine. Instead of I would
Rather, I would explain the importance of taking medicines to the patient. So even if after hearing that patient is still refusing, I will take him or her, I will give the resident some more time, and I will come back to later after 10 or 15 minutes. Okay. Then after 10 or 15 minutes, I will reassure the patient again, and I will try to administer medicine. So even after that also, if the patient is refusing, I will inform to one of my colleagues, and I will request them to administer the medicine behalf of me, because the patient wasn't taking the medicine from me. Okay, even if the patient is refusing the medicine from my colleague, who is the registered nurse who has PIN number in Ireland. So if അങ്ങനെയുള്ള ആൾക്കെ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാവുള്ളൂ. കൊളീഗ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ HCAയുടെ കയ്യിലൊന്നും മെഡിസിൻ ഒരിക്കലും അഡ്മിനിസ്റ്റർ ചെയ്യാൻ കൊടുത്തു വിടരുത്. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്യുന്നത് നമ്മുടെ പിൻ നമ്പർ കാര്യങ്ങളൊക്കെ പോകാൻ വളരെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ HCA നമ്മൾ പറഞ്ഞാൽ പേഷ്യൻ്റ് കേൾക്കും, പേഷ്യൻ്റ് എടുക്കുമോ എന്നുള്ള രീതിയിൽ പേഷ്യൻ്റ് അങ്ങനെയൊന്നും കൊടുക്കരുത്. അല്ലെങ്കിൽ ഞാനത് ഫുഡിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ നമ്മൾ പറയരുത്. ഓക്കെ, ബിക്കോസ് അതൊക്കെ അവരുടെ റൈറ്റ്സിന് എതിരാണ്. ഓക്കെ, അപ്പം ഞാൻ രണ്ടാമത് എൻ്റെ കൊളീഗ്സിനെ വിടും. കൊളീഗ് എന്നിട്ടും ഓക്കെ ആയില്ലെങ്കിൽ I will inform to the line manager, and I will record and I will report. Okay, also I will inform the GP also. എന്നും ഇങ്ങനെ റെഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ GPനെ ഇൻഫോം ചെയ്യും നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what do you do if you commit or if your friend or colleague commit a medication error? നീ മെഡിക്കേഷൻ എറർ കമ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ടോ ആരെങ്കിലും മെഡിക്കേഷൻ എറർ കമ്മിറ്റ് ചെയ്തതായിട്ട് നീ അറിയുകയോ ചെയ്താൽ എന്തായിരിക്കും നീ ചെയ്യുന്നത്? ഓക്കെ, അതായത് മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത് അയർലൻഡിൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ആക്ഷനൊക്കെ എടുക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കേഷൻ എറർ. ഓക്കെ, അപ്പം നമുക്ക് പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ I will accept and apologize the patient, even if it is not my mistake. If കേട്ടോ, അതായത് ഇപ്പം നമുക്ക് പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ I will accept and apologize my mistake. ഇപ്പം നമ്മളല്ല, നമ്മുടെ ഫ്രണ്ടാണ്, ഈവൻ if it is not my mistake also, I will do the same, and I will monitor the patient by checking the OPS and make sure it's in normal limits, and will check for any side effects or any adverse reaction to the medication, and make sure the patient is in safe patient condition is safe enough. Okay, and I will inform the patient and the NOK means next of kin, അതായത് നമ്മുടെ അടുത്ത റിലേറ്റീവ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, നെക്സ്റ്റ് ഓഫ് കിൻ ആൻഡ് GP ആൻഡ് ലൈൻ മാനേജർ, ആൻഡ് ഐ വിൽ ഡു ദ ഇൻസിഡൻറ്റ് റിപ്പോർട്ട്. അത് വളരെ മസ്റ്റാണ്, കാരണം ഇവിടെ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എറർ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഇൻസിഡൻറ്റ് റേസ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു പോളിസിയാണ്. അപ്പോൾ നമ്മൾ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് നമ്മൾ ഇടുമെന്ന് നമ്മൾ പറയുക, അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഐ വിൽ ഡു മൈ റിഫ്ലക്ഷൻസ് to know how I commit the medicine error, and I will also enroll with medication management course in HC Land to avoid these mistakes in future. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ ആദ്യം അക്സെപ്റ്റ് ചെയ്ത് അപ്പോളജൈസ് ചെയ്യുമെന്ന് പറയാം, പിന്നെ ഞാൻ ആ പേഷ്യൻ്റെ ഓപ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് പേഷ്യൻ്റ് ഓക്കെ ആണെന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്യും. പിന്നെ ഞാൻ പേഷ്യൻ്റെ റിലേറ്റീവ്സ്, GP, ലൈൻ മാനേജറിനോട് ഇൻഫോം ചെയ്യും. ഞാൻ റെക്കോർഡ് ചെയ്ത് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കേഷൻ എറർ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്കൊരു റിഫ്ലക്ഷൻ ഫോം തരും, അതായത് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ മെഡിക്കേഷൻ എറർ കാര്യങ്ങൾ ഉണ്ടായെന്ന് അറിയാനായിട്ട്. അപ്പോൾ ആ റിഫ്ലക്ഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് തന്നെ നമ്മളോട് മെഡിക്കേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു കോഴ്സ് ഓൺലൈനായിട്ട് നമ്മൾ HC ലാൻഡിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് ഇനി ഒരിക്കലും മെഡിക്കേഷൻ എറർ കമ്മിറ്റ് ചെയ്യില്ലെന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം അതാണ് ആ ക്വസ്റ്റ്യൻ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the standard infection control practice in nursing home or hospitals? അപ്പം first one, hand hygiene, then proper disposal of sharps, safe injection practices, proper disposal of the waste, then respiratory hygiene and cough etiquette,
environmental hygiene and proper decontamination of the reusable equipments, then proper disposal or segregation of the laundry. നമുക്ക് അതിൻ്റെ കൂടത്തിൽ തന്നെ പറയാം, ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ ഫോളോ ഓൾ ദ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലാകട്ടെ നഴ്സിംഗ് ഹോമിലാകട്ടെ നമ്മൾ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അവർ ചോദിക്കാം, വാട്ട് ആർ ദ 5 moments ഓഫ് ഹാൻഡ് ഹൈജീൻ. 5 moments ഓഫ് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് ബിഫോർ ടച്ചിങ് പേഷ്യൻറ്റ്, after touching patient, before any aseptic or clean procedure, after body fluid exposure, after touching patient surrounding. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 5 കാര്യങ്ങളാണ് നമ്മൾ 5 moments ഓഫ് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ ആയിട്ട് ചെല്ലുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഹാൻഡ് ഹൈജീൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം. പേഷ്യൻറ്റിൻ്റെ അടുത്തോട്ട് പോകുന്നതിന് മുമ്പ്, നമ്മൾ എന്തെങ്കിലും ക്ലീനർ അസെപ്റ്റിക് ചെയ്യുന്നതിന് മുമ്പ്, ചെയ്ത് കഴിഞ്ഞിട്ട്, പേഷ്യൻറ്റിനെ തൊട്ട് കഴിഞ്ഞിട്ട്, പിന്നെ പേഷ്യൻ്റെ സറൗണ്ടിങ്സ്, പിന്നെ എന്തെങ്കിലും ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മസ്റ്റായിട്ട് ഹാൻഡ് ഹൈജീൻ ചെയ്യണം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഞാൻ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അയർലൻഡിലേക്ക് ഇൻ്റർവ്യൂ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ചാനൽ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.